അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ. ഈ വേദന ഒരു മാതാവിനും സഹിക്കാനാകാത്തത് തന്നെ. ആഗ്നയുള്ള പൊന്നുമോൻ യാതൊരു കാരണവുമില്ലാതെ ഇല്ലാതായി പോകുന്നത് എങ്ങനെയാണ് ഒരു മാതാപിതാക്കൾക്ക് പൊറുക്കാൻ കഴിയുന്നത്? ദീപകിന്റെ അമ്മയുടെ ഈ ചങ്ക് തകർന്ന വാക്കുകൾ മാത്രം മതി നിൽക്കുന്ന ഇടത്തു നിന്ന് തന്നെ നീ ദഹിച്ചു പോകാൻ. ഇനി ഒരു അമ്മയ്ക്കും ഈ അവസ്ഥ വരരുതെന്നും എൻ്റെ മോൻ ഇതുവരെ ആരെ കൊണ്ടും ഒരു ചീത്തപ്പേര് പറയിപ്പിക്കാത്തവനാണെന്നും ഇത് ഞാൻ എങ്ങനെ സഹിക്കും, ഇനി ഞങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഈ അമ്മയുടെ വാക്കുകൾക്ക് ആർക്കാണ് മറുപടി നൽകാൻ കഴിയുക? വീഡിയോ പുറത്തു വന്ന സന്ദർഭം മുതൽ തന്നെ ദീപക് ആകെ മൂഡ് ഔട്ടായി ഇരിക്കുകയായിരുന്നു. എന്താണ് മോനെ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴെല്ലാം ഒന്നുമില്ല അമ്മേ എന്ന് പറയുന്ന ദീപക് പിന്നീട് കൂട്ടുകാർക്കും വിളിച്ച് തന്റെ വിഷമങ്ങൾ പങ്കുവച്ചു. അതിനുശേഷമാണ് ഈ യുവതിയുടെ മറ്റൊരു വീഡിയോ കാണുന്നതും. ഇതിൽ ഈ യുവതി പറയുന്നു, സമൂഹം ഇയാളെ ചോദ്യം ചെയ്യണമെന്നും ഇത് ഇയാളുടെ നാട്ടുകാരും വീട്ടുകാരും കാണുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും. ഇത്തരത്തിൽ വീണ്ടും ഇകഴ്ത്തൽ കേൾക്കുന്ന ദീപകിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ തന്നെ താൻ ഇതുവരെ സമ്പാദിച്ചുണ്ടാക്കിയ സൽപ്പേര് നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഈ യുവാവിന് അത് താങ്ങാനായില്ല. ആരോടും ഒരു വാക്ക് പറയാതെ അവൻ ഒരു കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇതിന് കാരണക്കാരിയായ യുവതി നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് മുങ്ങി അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തു. 14,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന യുവതിയുടെ അക്കൗണ്ടിലേക്ക് പിന്നെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എത്തിയതും 14,000 ഫോളോവേഴ്സ് 8,000-ലേക്ക് മാറുകയും ചെയ്തു. ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെ തൻ്റെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് ഈ യുവതി ചെയ്തത്. പക്ഷേ സാമൂഹ്യ മാധ്യമത്തിൽ ആകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ വീഡിയോ ഒരിക്കലും മങ്ങിപ്പോകില്ല. ഇവൾക്ക് ശിക്ഷാ നടപടി തുടങ്ങിക്കഴിഞ്ഞു. IPC 194 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് കിട്ടുവാനുള്ള സാഹചര്യമാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഈ യുവതി നേടിയിരിക്കുന്നത്. എന്താണല്ലേ റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിച്ച് അയാളുടെ ജീവിതം തന്നെ തുലച്ചു കളഞ്ഞ ഈ പന്ന നാറിയുടെ തോന്നിവാസത്തിനെതിരെ സമൂഹം ഒന്നടങ്കം പ്രതിഷേധിച്ച് ഇവൾക്ക് ശിക്ഷ കഠിനമായി തന്നെ നൽകണമെന്നുള്ള അഭ്യർത്ഥനകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിലോ ജീവിക്കുവാൻ മറ്റു മാർഗങ്ങളോ ഇല്ലാത്ത ഈ പാവം അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണം ഇനി ആരാണ് ഏറ്റെടുക്കുക? ആഗ്നയുണ്ടായിരുന്ന തണിയായിരുന്നു ദീപക്. യാതൊരു കാരണവുമില്ലാതെ ഒരു തെറ്റുപോലും ചെയ്യാതെ അയാളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ ഈ പരനാറിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനിയുള്ള കാലം ഈ മാതാപിതാക്കൾക്ക് ജീവിക്കുവാനുള്ള സർവ്വ ചിലവും ഇവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി നൽകണം. കൂടാതെ ഇവൾക്ക് നൽകുന്ന ശിക്ഷയുടെ രീതി കണ്ട് ഇനി ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ ബസ്സിൽ കയറി ഒരു യുവാവിനോടും ഇങ്ങനെ ചെയ്യുവാനുള്ള ധൈര്യം ഉണ്ടാവരുത്. അല്ലെങ്കിലും ചിന്തിച്ചു നോക്കൂ, ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏതെല്ലാം സ്ത്രീകൾ ചെയ്തു? അവരെല്ലാം ഇതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്നവർ തന്നെ. റീച്ച് കിട്ടാതെ വലയുന്നവർ അവസാനം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്ന കാര്യം. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒരു വാർത്ത കൊണ്ടുവരാമോ? ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം ID ഇല്ലാത്ത ഒരു സ്ത്രീ ഇതുപോലെ ഒരു ലൈംഗിക അതിക്രമം നേരിട്ട കാര്യം സത്യത്തിൽ ഇത്തരത്തിലുള്ള നായിന്റെ മക്കളെയാണ് സമൂഹം ചോദ്യം ചെയ്യേണ്ടത്. അതിപ്പോൾ സമൂഹം ഒന്നടങ്കം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയൊരു ദീപക്കിനും ഇനിയൊരു അച്ഛനമ്മമാർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള രോഗം ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ. ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിന് അവരെല്ലാം അതിൻ്റെ വേണ്ടമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട്.